الحمد لله رب العالمين نحمده ونستعينه ونستغفره ونستهدي ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم مثل الذين كفروا بربهم أعمالهم كرماد اشتدت به الريح في يوم عاصف لا يقدرون مما كسبوا على شيء ذلك هو الضلال البعيد. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ പടച്ചറബിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിൽ സൂക്ഷിച്ച് ജീവിക്കണമെന്നും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളെ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പകർത്തി ഈമാനും തഖ്വയും കൈവരിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു സത്യവിശ്വാസി അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും നന്നായി പഠിക്കുകയും മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും മരണം വരെ ജീവിതത്തിൽ കൂടെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യേണ്ട ഒന്നാണ് അവൻ്റെ വിശ്വാസം. ആ വിശ്വാസത്തിൽ ജീർണത സംഭവിച്ചാൽ, ആ വിശ്വാസത്തിൽ കുറവുകൾ സംഭവിച്ചാൽ, ആ വിശ്വാസത്തിൽ ന്യൂനതകൾ ഉണ്ടായാൽ എന്താണ് സഹോദരങ്ങളെ സംഭവിക്കുക? അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരു തീരാ നഷ്ടത്തെക്കുറിച്ചാണ് മനുഷ്യനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. എത്ര കർമ്മങ്ങൾ ചെയ്തതുകൊണ്ടും
പരലോകത്ത് ആസ്വദിക്കേണ്ട ആസ്വാദനങ്ങൾ അവിടെ ആസ്വദിക്കാൻ കഴിയില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ വിശ്വാസം ഏറ്റവും പ്രസക്തമാണ്, പ്രാധാന്യമർഹിക്കുന്നതാണ്. ഏതൊരു കർമ്മവും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വീകരിക്കപ്പെടണമെങ്കിൽ അവൻ്റെ വിശ്വാസം ശരിയാകണം എന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ മനുഷ്യനെ ഓർമ്മപ്പെടുത്തുന്നത്. ഖുർആൻ പരിചയപ്പെടുത്തിയത് വമൻ യക്ഫുർ ബിൽ ഈമാൻ, ആരെങ്കിലും അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ ഫഖദ് ഹബിത അമലുഹു, അവൻ്റെ അമലുകൾ പൊളിഞ്ഞു പോകും എന്നത് ഖുർആൻ പറഞ്ഞു. എത്രത്തോളം വ്യക്തമാണ് പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമാകുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു ഷഹാദ അവൻ പ്രഖ്യാപിക്കുകയും അവൻ നെഞ്ചിലേറ്റുകയും ചെയ്യുമ്പോഴാണ് പരിപൂർണനായ ഒരു വിശ്വാസിയായി തീരുന്നത്. ആ വിശ്വാസം കറകളഞ്ഞ വിശ്വാസമല്ലെങ്കിൽ ജീവിതത്തിൽ എത്ര ഇബാദത്തുകൾ ചെയ്താലും അതൊക്കെ പൊളിഞ്ഞു പോകും എന്ന ഒരു വലിയ പാഠം അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. സൂറത്തുൽ അസ്ർ എത്ര തവണ സഹോദരങ്ങളെ ഞാൻ നിങ്ങളും ഓതിയിട്ടുണ്ട്. കാലത്തെ കൊണ്ട് സത്യം ചെയ്ത് അള്ളാഹു മനുഷ്യനെ ഓർമ്മപ്പെടുത്തിയത് വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. കൃത്യമാണ് ഖുർആൻ മനുഷ്യനെ ഓർമ്മപ്പെടുത്തിയത് വൽ അസ്ർ, കാലത്തെ കൊണ്ട് സത്യം ചെയ്ത് പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു പറഞ്ഞു ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, തീർച്ചയായും മനുഷ്യരൊക്കെ നഷ്ടത്തിലാണ്. നഷ്ടം സംഭവിക്കാത്ത ചതുർഗുണങ്ങളെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പിന്നീട് സംസാരിക്കുന്നത്. അതിലൊന്നാമത്തത് വിശ്വാസത്തെയാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ മനുഷ്യനെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയും കാണാൻ കഴിയും സൂറത്തു ഇബ്രാഹീമിലെ 18-ാമത്തെ വചനത്തിൽ അള്ളാഹു കൃത്യമായി മനുഷ്യനെ ഓർമ്മപ്പെടുത്തി മസലുല്ലദീന കഫറൂ ബിറബ്ബിഹിം അഅമാലുഹും, അള്ളാഹുവിൽ വിശ്വസിക്കാത്ത മനുഷ്യരുടെ കർമ്മത്തെ ഉപമിക്കാവുന്നത് എത്രത്തോളം അതൊരു ഭംഗിയായ അവതരണം അള്ളാഹുവിൻ്റെ ഖുർആൻ നൽകിയത്. കറമാദിൻ ഇഷ്തദ്ദത് ബിഹി റീഹു ഫീ യൗമിൻ ആസിഫ്, ശക്തമായ കൊടുങ്കാറ്റുള്ള ഒരു ദിവസം കാറ്റടിച്ച് പാറിപ്പോയ വെണ്ണീറിനോടാകുന്നു. എത്ര അമലുകൾ ചെയ്തതുകൊണ്ടും സഹോദരങ്ങളെ കാര്യമില്ല, വിശ്വാസം നന്നാകണം. അള്ളാഹുവിലുള്ള അടിയുറച്ച ഈമാൻ, പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ സ്വന്തത്തേക്കാളേറെ ഇഷ്ടപ്പെടണം. അപ്പോഴാണ് ഒറിജിനൽ മുസ്ലിമാകുന്നത്, യഥാർത്ഥ വിശ്വാസിയാകുന്നത്. ഞാനൊക്കെ മുസ്ലിമാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, എന്നാൽ ജീവിതം പരിശോധിച്ചാൽ ശിർക്കും ബിദ്അത്തും ഖുറാഫത്തുകളും ജീവിതത്തിലെമ്പാടും കൂടെ കൂടിക്കൊണ്ട് നടക്കുന്നവരാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പരിഗണന എത്രത്തോളമുണ്ട് എന്ന് പരിശോധിച്ചാൽ നമ്മൾക്കൊരു പുരുഷായുസ് മുഴുവൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ സുജൂദിലായി അങ്ങനെ കഴിഞ്ഞുകൂടേണ്ടി വരും. അള്ളാഹുവിൻ്റെ പരിഗണന ലോകത്ത് പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ കുടുംബത്തിലെ അംഗങ്ങൾക്ക് കൊടുക്കാത്തൊരു വലിയ തൗഫീക്ക് എനിക്കും നിങ്ങൾക്കും അള്ളാഹു പ്രദാനം ചെയ്തിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ നെഞ്ചിലേറ്റിയവരാണ് സഹോദരങ്ങളെ ഞാനും നിങ്ങളും. അതുകൊണ്ട് മരണം വരെ ആ വിശ്വാസത്തിൽ, അടിയുറച്ച വിശ്വാസത്തിൽ, ഒരിക്കലും ജീവിതത്തിലേക്ക് ശിർക്ക്, റബ്ബല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കപ്പെടുന്ന ഒരവസ്ഥ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിന് മാത്രമേ നേർച്ച വഴിപാടുകൾ നടത്താൻ പാടുള്ളൂ എന്നത് ഖുർആൻ പഠിപ്പിച്ചതാണ്. എന്നാൽ ആളുകൾ ഭൂരിപക്ഷമുണ്ടാകുമ്പോൾ എല്ലാവരും ചെയ്യുന്നുവല്ലോ, ഞാനും അതിനോടൊപ്പം കൂടിക്കൂടേണ്ടേ എന്ന് വിചാരിക്കുന്ന മനുഷ്യ ഏറ്റവും വലിയ അപകടത്തിലേക്കാണ് പോകുന്നത്. എന്തിനാണ് നമസ്കരിക്കുന്നത്? എന്തിനാണ് 30 ദിവസം റമദാനിൽ നോമ്പെടുക്കുന്നത്? എന്തിനാണ് പാവപ്പെട്ടവനെ സഹായിക്കുന്നത്? എന്തിനാണ് രാപ്പകലില്ലാതെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുന്നത്? എല്ലാം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗമാണ്. ആ ലക്ഷ്യത്തെ സ്വീകരിക്കാൻ, ഉൾക്കൊള്ളാൻ, ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ നന്മകൾ, അതിനൊക്കെ ആസ്വാദനം നിറഞ്ഞ ഒരു സ്വർഗലോകത്തേക്ക് എത്തിപ്പെട്ട് അതൊക്കെ ആസ്വദിക്കാനാണെങ്കിൽ സഹോദരങ്ങളെ, വിശ്വാസം ശരിയായിട്ടില്ലെങ്കിൽ മനുഷ്യൻ്റെ കർമ്മങ്ങൾ ആഞ്ഞടിച്ചു വീശിയ കൊടുങ്കാറ്റ് പോലെ പാറിപ്പോകുന്ന കർമ്മങ്ങളായി തീരും എന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത്. ഫി യൗമിൻ ആസിഫ് ലാ യഖ്ദിറൂന മിമ്മാ കസബു അലാ ഷൈഇൻ,
മനുഷ്യൻ എത്ര സമ്പാദിച്ചുണ്ടാക്കിയാലും അതൊന്നും പരലോകത്ത് ആസ്വദിക്കാൻ അവർക്ക് കഴിയില്ല. ദാലിക ഹുവൽ ളലാലുൽ ബഈദ്. അതാണ് ഏറ്റവും വലിയ വഴിവിഴവ് എന്നത് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, ഭൂരിപക്ഷം തിന്മയിലേക്ക് പോകുമ്പോൾ, ഭൂരിപക്ഷം റബ്ബല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുമ്പോൾ, റബ്ബല്ലാത്ത ആളുകൾക്ക് നേർച്ച വഴിപാടുകൾ നടത്തുമ്പോൾ ഞാനും അതിലേക്ക് ചെന്നു ചേർന്നിട്ടില്ലെങ്കിൽ എന്താണ് എന്ന് വിചാരിച്ച് അതിനോടൊപ്പം കൂടുന്നവരാണെങ്കിൽ ഖുർആനിൻ്റെ ഈ ആയത്ത് കൃത്യമായി സഹോദരങ്ങളെ മനസ്സിലാക്കണം. എത്ര ഇബാദത്തുകൾ ചെയ്താലും എപ്രകാരം വെണ്ണീർ കാറ്റടിച്ച് പറന്നുപോയതുപോലെ അമലുകൾ പരലോകത്ത് ഒന്നുമില്ലാത്തവനെ പോലെ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ചവനായി അള്ളാഹുവിൻ്റെ മുമ്പിൽ എത്തിപ്പെടുന്നതിനെക്കുറിച്ചാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ചത്. അതുകൊണ്ട് വിശ്വാസം സഹോദരങ്ങളെ നന്നാകണം. നമ്മെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹുവിനെ തിരിച്ചറിയണം. എന്തിന് ലോകത്തേക്ക് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചു? നൂഹ് നബി അലൈഹിസ്സലാം മുതൽ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരെയുള്ള പ്രവാചകന്മാർ, ആ പ്രവാചകന്മാർ എല്ലാവരും കടന്നു വന്ന് അള്ളാഹുവെ ഏകനാണെന്നും ആ ദൈവത്തോട് അള്ളാഹുവിനോട് മാത്രമേ നിങ്ങൾ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നുള്ള ഏറ്റവും വലിയ സത്യമാണ് അവിടുന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ വിശ്വാസത്തിൽ അബദ്ധം സംഭവിക്കുന്ന, ന്യൂനത സംഭവിക്കുന്ന, കുറവ് സംഭവിക്കുന്ന ഒന്നും വിശ്വാസികളുടെ വിശ്വാസത്തിൽ ഉണ്ടാകാൻ പാടില്ല. അള്ളാഹുവിൻ്റെ ഖുർആൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. കൈഫ തക്ഫുറൂന ബില്ലാഹി വകുന്തും അംവാതൻ ഫഅഹ്യാകും. നിങ്ങൾ എങ്ങനെയാണ് മനുഷ്യരെ സൃഷ്ടിച്ച പ്രപഞ്ചത്തിൻ്റെ നാഥൻ നിങ്ങൾ അവിശ്വസിക്കുന്നത്? വകുന്തും അംവാത, നിങ്ങളെ മരിച്ച് നിങ്ങളൊന്നുമല്ലാതിരുന്ന സമയം ഫഅഹ്യാകും, നിങ്ങൾക്ക് അല്ലാഹു ജീവൻ നൽകി. സുമ്മയുമീതുകും, നിങ്ങളിങ്ങനെ ജീവിച്ച് ഈ പ്രപഞ്ചത്തിൻ്റെ മുകളിലൂടെ ഇങ്ങനെ ഓടി നടക്കുന്നവരാണ്. ഒരു സമയം നിങ്ങൾക്ക് മരണമുണ്ട്. സുമ്മയുമീതുകും, നിങ്ങൾക്ക് മരണമുണ്ട് എന്നത് സത്യമാണ്. സുമ്മയുഹീകും, പിന്നീട് അല്ലാഹു നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും. സുമ്മയിലൈഹി തുർജഊൻ, പിന്നീട് അള്ളാഹുവിൻ്റെ അടുക്കലേക്കാണ് നിങ്ങൾക്ക് തിരിച്ചു പോകാനുള്ളത്. ഹുവല്ലദീ ഖലഖലകും മാ ഫിൽ അർളി ജമീഅ, ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളെയും സൃഷ്ടിച്ചവൻ ആരാണോ ആ സൃഷ്ടാവിനെ കുറിച്ച് നിങ്ങൾ അറിയണം. സുമ്മസ്തവാ ഇലസ്സമാഇ ഫസവ്വാഹുന്ന സബ്അ സമാവാത്, 7 ആകാശങ്ങളെ സൃഷ്ടിച്ചവനാണ്. ഉപരിയിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയുന്ന ആകാശത്തിൻ്റെ സംവിധാനങ്ങൾ, ആ സൃഷ്ടിച്ച സൃഷ്ടാവായ പടച്ച റബ്ബിനെ നിങ്ങൾ അറിയണം. വഹുവ ബികുല്ലി ഷൈഇൻ അലീം, എല്ലാം അറിയുന്ന അള്ളാഹുവിലേക്ക് നിങ്ങൾ നിങ്ങളുടെ എല്ലാ സങ്കടങ്ങളെയും എല്ലാ ആവലാദികളെയും നിങ്ങൾ ബോധിപ്പിക്കണമെന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ചത്. സഹോദരങ്ങളെ, അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിൽ ഇന്ന് മനുഷ്യർക്ക്, പ്രത്യേകിച്ച് വിശ്വാസികളായ ആളുകൾക്ക് പോലും അബദ്ധം സംഭവിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഇന്നത്തെ മതവിശ്വാസികൾക്കിടയിൽ അധാർമികത എന്തുകൊണ്ട് വർദ്ധിക്കുന്നു എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് ശിർക്ക് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ട് ബിദ്അത്തുകളും ഖുറാഫത്തുകളും വിശ്വസിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച മുസ്ലിമീങ്ങളായ ആളുകളിൽ ഇത്തരം വിശ്വാസങ്ങൾ കടന്നു വന്നു എന്ന് ചോദിച്ചാൽ, സഹോദരങ്ങളെ, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട മുറപ്രകാരം അവർ മനസ്സിലാക്കിയിട്ടില്ല എന്നതാണ് അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞത്. നോക്കൂ സഹോദരങ്ങളെ, വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട മുറപ്രകാരം നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഇത് അള്ളാഹുവാണ് പറഞ്ഞത്. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിച്ചു കൊണ്ടുപോകുന്ന അള്ളാഹുവിൻ്റെ ഓർമ്മപ്പെടുത്തൽ, വമാ ഖദറുല്ലാഹ ഹഖ ഖദരി, നിങ്ങൾ അള്ളാഹുവിനെ, യഥാർത്ഥത്തിലുള്ള റബ്ബിനെ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് വിശ്വാസികളിൽ ഗണ്യമായ ഒരു ഭാഗം അള്ളാഹുവിൽ ശിർക്ക് ചെയ്തുകൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത് എന്നത് ഞാനല്ല സഹോദരങ്ങളെ പറഞ്ഞത്. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ഉടയതമ്പുരാൻ മനുഷ്യനെ ഓർമ്മപ്പെടുത്തി, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, മനുഷ്യരിൽ അധികം ആളുകളും അള്ളാഹുവിൽ ശിർക്ക് വെച്ചുകൊണ്ടല്ലാതെ, റബ്ബിൽ പങ്കു ചേർത്തുകൊണ്ടല്ലാതെ വിശ്വസിക്കുന്നില്ല എന്നത് അള്ളാഹുവിൻ്റെ ഖുർആൻ നൽകുന്ന പാഠമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിശ്വാസികളെ, ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങൾ, ജീവിതത്തിലെ രോഗങ്ങൾ, സന്താന സൗഭാഗ്യമില്ലയോ, അതല്ലെങ്കിൽ കടുത്ത രോഗമാണോ, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള പരീക്ഷണങ്ങളാണോ, ഏതു സമയവും ഏതു പ്രതിസന്ധിയിലും
കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കേണ്ടത്, നേർച്ച വഴിപാടുകൾ നടത്തേണ്ടത് സൃഷ്ടിച്ച പ്രപഞ്ചത്തിൻ്റെ നാഥനായ അള്ളാഹുവിന് മാത്രമാകണം. അതല്ലെങ്കിൽ ഏറ്റവും വലിയ അപകടത്തിലേക്കാണ്, ശിർക്കിലേക്കാണ് മനുഷ്യൻ എത്തിപ്പെടുക. നോക്കണം സഹോദരങ്ങളെ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളെ ഇഷ്ടപ്പെടുന്നവരെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും വലിയ ഇഷ്ടം നമ്മെ സൃഷ്ടിച്ച അള്ളാഹുവിനോടാകണം. എന്നാൽ ഖുർആൻ പഠിപ്പിച്ചത് അള്ളാഹുവിന് പുറമെ അവൻ്റെ രക്ഷാധികാരികളായ, അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ അടിമകളായ മനുഷ്യരിൽ അങ്ങേയറ്റം വിശ്വസിക്കുന്ന, രക്ഷാധികാരികളായി സ്വീകരിക്കുന്ന ആളുകൾ മനുഷ്യരിലുണ്ട്. എന്താണ് അവരുടെ പ്രത്യേകത? യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെയാണ് അവർ അവരെയും വിശ്വസിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സമീആണ്, അള്ളാഹു ബസീറാണ്, അള്ളാഹു അലീമാണ്, എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം അറിയുന്നവനാണ്, എല്ലാറ്റിനെയും നിയന്ത്രിക്കുന്നവനാണ് എന്നൊക്കെ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ റബ്ബിൻ്റെ കഴിവ് പോലെ അള്ളാഹുവിൻ്റെ സൃഷ്ടികൾക്കും കഴിവുണ്ട് എന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്ന മനുഷ്യരെ സഹോദരങ്ങളെ നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ട്? കുട്ടികളില്ലാത്തവർ ജാറങ്ങളിലേക്ക് സഞ്ചരിച്ചുകൊണ്ട് മക്ബറയിൽ അന്ത്യമുറങ്ങുന്ന ആളുകളോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു, അവരോട് സഹായമർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാത്തതാണ് ഏറ്റവും വലിയ തകരാറ് എന്നത് നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ. അവിടെയാണ് ഖുർആൻ പറഞ്ഞത് റബ്ബിനെ ഇഷ്ടപ്പെടുന്നത് പോലെ റബ്ബിൻ്റെ അടിമകളെ ഇഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാ, എന്നാൽ ഒറിജിനൽ വിശ്വാസികൾ ഏറ്റവും അധികം ഇഷ്ടം വെക്കുന്നത് അള്ളാഹുവിനോട് മാത്രമാണ്, അള്ളാഹുവിനോടാണ്. ഏത് പ്രതിസന്ധിയിലും പ്രാർത്ഥിക്കാനുള്ളത്, തവക്കുലാക്കാനുള്ളത്, ഭരമേൽപ്പിക്കാനുള്ളത് എന്നെ പടച്ചവൻ, എൻ്റെ മനസ്സിൻ്റെ മന്ത്രോച്ചാരണങ്ങൾ അറിയുന്നവൻ ആരാണോ ആ സൃഷ്ടാവിനോടാണ് എനിക്കെൻ്റെ സങ്കടങ്ങൾ പറയാനുള്ളത്. എൻ്റെ വേവലാതികൾ, എൻ്റെ ആവലാതികൾ, എല്ലാ സങ്കടങ്ങളും എനിക്ക് തുറന്നു പറയാൻ എൻ്റെ റബ്ബുണ്ട്. ആ റബ്ബിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ കഴിയണം. അതാണ് ഖുർആൻ മനുഷ്യനെ ഓർമ്മപ്പെടുത്തിയത്. മനുഷ്യരെ എന്ന ഖുർആനിൻ്റെ ഒരു വിളിയുണ്ട്. സൂറത്തുൽ ബഖറയിലെ ആദ്യ ഭാഗത്തു കാണാം, യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. വല്ലാത്തൊരു വിളിയാണ്. മനുഷ്യരെ, ഈ പ്രപഞ്ചത്ത് അള്ളാഹുവിൻ്റെ സൃഷ്ടിചാരങ്ങളായ മുഴുവൻ മനുഷ്യരെയും വിളിച്ചുകൊണ്ട്, അത് മുസ്ലിമാകട്ടെ, അമുസ്ലിമാകട്ടെ, ഹൈന്ദവനാകട്ടെ, ക്രൈസ്തവനാകട്ടെ, ഈ പ്രപഞ്ചത്തിൻ്റെ മുകളിലൂടെ സഞ്ചരിക്കുന്ന എല്ലാ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞത് ഉഅ്ബുദൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ സൃഷ്ടാവിനെ ആരാധിക്കണം, റബ്ബിനെ ആരാധിക്കണം, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. എന്തിന് പടച്ചോനോട് പ്രാർത്ഥിക്കണം എന്നൊരു പക്ഷേ ചോദിക്കുന്നവർക്ക് കൃത്യമായി ഖുർആൻ നൽകുന്നൊരു മറുപടി, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖകും, നിങ്ങളെ സൃഷ്ടിച്ചവനാണ് അള്ളാഹു, വല്ലദീന മിൻ ഖബ്ലികും, നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ കോടാനുകോടി മനുഷ്യന്മാരെ സൃഷ്ടിച്ചവൻ ആരാണോ ആ സൃഷ്ടാവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണമെന്ന ഏറ്റവും നല്ല സന്ദേശമാണ് സഹോദരങ്ങളെ ഖുർആൻ മനുഷ്യൻ്റെ മുമ്പിൽ വെക്കുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ അള്ളാഹുവിനോട് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാൻ, ഏത് പ്രതിസന്ധിയിലും റബ്ബിൻ്റെ മുമ്പിലേക്ക് തവക്കുലാക്കാൻ വിശ്വാസികൾ എന്ന നിലക്ക് നമുക്ക് സാധിക്കണം. അങ്ങനെ മതത്തിലേക്ക് പൂർണ്ണമായി ഉദ്ഖുലൂ ഫിസ്സിൽമി കാഫ, പരിപൂർണമായി ഇസ്ലാമിലേക്ക് നിങ്ങൾ പ്രവേശിക്കണം എന്നത് ഖുർആൻ പഠിപ്പിച്ചത് കാണാൻ കഴിയും. എന്നാൽ സഹോദരങ്ങളെ, ഖുർആനിൽ നിന്നകന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്നകന്നുകൊണ്ട് പലപ്പോഴും ശിർക്കിലേക്ക്, കുഫറിലേക്ക്, ബിദ്അത്തിലേക്ക് പോകുന്ന വിശ്വാസി സമൂഹത്തെ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. റബീഉൽ അവ്വൽ മാസം കഴിഞ്ഞുപോയി. ആ റബീഉൽ അവ്വലിൽ റസൂലിനോടുള്ള സ്നേഹവും ഇഷ്ടവും മഹബ്ബത്തും ഒക്കെ പ്രകടിപ്പിക്കാൻ പ്രവാചകന്റെ ജന്മദിനം എന്ന നിലക്ക് ആഘോഷത്തിമർത്താടിയ മുസ്ലിം സമൂഹത്തെ നമുക്ക് കാണാൻ കഴിയും. ഇസ്ലാമിൽ രേഖയില്ലല്ലോ, ഇസ്ലാമിൽ രേഖയില്ല. എന്നാൽ തൊട്ടടുത്ത മാസം റബീഉൽ ആഖിറിലേക്ക് പ്രവേശിച്ചപ്പോൾ വഴിയോരങ്ങളിൽ കണ്ടുവരുന്നത് ചെമ്പുകളുടെ എണ്ണമാണ്, ചെമ്പുകളുടെ എണ്ണമാണ്. സഹോദര സഹോദരി, നെഞ്ചത്തു കൈവച്ച് ആലോചിക്കണം. ഇസ്ലാം എന്താണ് പഠിപ്പിച്ചത്? അള്ളാഹുവിൻ്റെ ദീൻ എന്താണ് പഠിപ്പിച്ചത്? ഇത്തരത്തിൽ ഒരു മനുഷ്യൻ്റെ ജനനമോ മരണമോ ആഘോഷിക്കുന്ന സമ്പ്രദായം ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ലോകത്തിൻ്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന, നരകത്തിൽ നിന്ന് അകറ്റി നിർത്തുന്ന സകല കാര്യങ്ങളും പഠിപ്പിച്ചതിന് ശേഷമാണ്
ശേഷമാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത്. അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഇന്നിതാ ഈ മതം ഇസ്ലാം പൂർണ്ണമാണ്. അല്ലാഹു തൃപ്തിപ്പെട്ടൊരു മതം നിങ്ങളെ സ്വർഗത്തിലേക്ക് എത്തിക്കുന്നത് മുഴുവൻ ഇതാ മനുഷ്യരെ, വിശ്വാസികളെ, അല്ലാഹു മിഷ്ഹദ് 1,00,000-ൽ ചില്വാനും വരുന്ന സ്വഹാബികളെ സാക്ഷി നിർത്തി അവിടുന്ന് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഈ മതം പൂർണ്ണമാണ്, മതത്തിലേക്ക് പുതുതായി ഒന്നും കൊണ്ടുവരേണ്ടതില്ല. അവിടെ റസൂലിൻ്റെ ജന്മദിനം പഠിപ്പിച്ചിട്ടില്ല. ഷെയ്ഖ് ജീലാനിയുടെ ആണ്ട് നടത്താൻ അവിടുന്ന് റസൂലുള്ള അവിടുന്ന് ആഹ്വാനം ചെയ്തിട്ടില്ല. സഹോദരങ്ങളെ, ഗൗരവമാണ്. ഇസ്ലാം പഠിപ്പിക്കാത്ത ഇത്തരത്തിലുള്ള ആഘോഷങ്ങൾ ഇബാദത്ത് എന്ന പേരിൽ നമ്മൾ ആഘോഷിച്ചു പോയാൽ, ഇബാദത്ത് ചെയ്തു പോയാൽ നഷ്ടമാകുന്നത് നമ്മളുടെ നമസ്കാരമാണ്, നമ്മളുടെ നോമ്പാണ്, നമ്മളുടെ ഇബാദത്തുകളാണ്. ചെറിയ കാര്യമല്ല. റബ്ബിൻ്റെ മുമ്പിൽ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുന്ന ഒരു ദിവസമുണ്ട്, വിചാരണയുടെ ഒരു ദിവസമുണ്ട്. എല്ലാ അമലുകളും അന്ന് തൂക്കിക്കണക്കാക്കുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടതും പ്രയാസപ്പെട്ടതും നമ്മൾ സമയം ചെലവഴിച്ചതുമായ എത്രയെത്ര നന്മകൾ അതൊന്നും വിലപ്പോകാതെ നരകത്തിലേക്ക് പോകുന്ന ഒരവസ്ഥയെക്കുറിച്ച് സഹോദരി നമ്മൾ ആലോചിക്കണം. എന്താണ് ഇസ്ലാം പഠിപ്പിച്ചത്? അത് പൂർണ്ണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരണത്തിന് മുമ്പ് ദീനായി എന്തൊക്കെ പഠിപ്പിച്ചുവോ അത് കൃത്യമായി ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ വിശ്വാസികളെന്ന നിലക്ക് നമുക്ക് സാധിക്കണം. അള്ളാഹു അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അദീം ലി വലക്കും ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിൽ ഒരാളുടെ ജനനമോ മരണമോ ആഘോഷിക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ ഇന്ന് സമൂഹത്തിൽ തീർത്തും തെറ്റായി പരിചയപ്പെടുത്തിയ ഒരു ഇസ്ലാമിക പരിഷ്കർത്താവാണ് ഷെയ്ഖ് മുഹീദ്ദീൻ ജീലാനി. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ റബീഉൽ ആഖിർ 10-നാണ് ഷെയ്ഖ് ജീലാനി ഈ ലോകത്ത് നിന്ന് വിട പറയുന്നത്. കഴിഞ്ഞ മാസം റസൂലിൻ്റെ ജന്മദിനം ആഘോഷിച്ചവർ ഈ മാസം ആഘോഷിക്കുന്നത് ഷെയ്ഖ് ജീലാനിയുടെ മരണമാണ്. എന്ത് വിരോധാഭാസമാണ് എന്നതിനെക്കുറിച്ച് നമ്മളൊക്കെ ആലോചിക്കണം. എല്ലാ മാസവും ഒരു ഷെഡ്യൂൾ ചെയ്യാണ്. 12 മാസവും ഭക്ഷണപ്രിയരായി ആളുകളുടെ പോക്കറ്റ് ചൂഷണം ചെയ്യാൻ ഇത്തരത്തിൽ ഒരുപക്ഷേ ബിദ്അത്തുകൾക്ക് ഖുറാഫത്തുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഏറ്റവും നന്നായി ചിന്തിക്കേണ്ടുന്ന വസ്തുതകളാണ് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നത്. വളരെ ചുരുങ്ങിയ സമയം ഷെയ്ഖ് ജീലാനി ആരാണ്? പലപ്പോഴും ഇത്തരത്തിൽ വലിയ ആഘോഷമായി കൊണ്ടു നടക്കുന്നവർക്ക് ആരാണ് ഷെയ്ഖ് ജീലാനി എന്നതിനെക്കുറിച്ച് അറിയാത്തവരാണ്. എന്നാൽ ഒരു ചെറിയ അറിവ് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുതരാണ്. അബൂ സാലിഹ് അബ്ദുൽ ഖാദിർ ജീലാനി എന്നതാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായ പേര്. ഇറാഖിലെ ജീലാൻ എന്ന പട്ടണത്തിലാണ് ഷെയ്ഖ് ജീലാനി ജനിച്ചത്. ഹിജറ 470 മുതൽ ഹിജറ 561 വരെ ഏതാണ്ട് 90 വയസ്സുവരെ ജീവിച്ച ഒരു മഹാരഥനായ പണ്ഡിതനാണ് ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി. അദ്ദേഹത്തിൻ്റെ 18-ാമത്തെ വയസ്സിൽ അദ്ദേഹം ബാഗ്ദാദിൽ നിന്ന് 40 കിലോമീറ്റർ അകലെയുള്ള ഒരു പള്ളിയിലേക്ക് മതവിദ്യാഭ്യാസത്തിനായി യാത്ര ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ അനുഭവം ഷെയ്ഖ് ജീലാനി തന്നെ പങ്കുവെക്കുന്നുണ്ട്. ഞാൻ പള്ളിയിൽ പോയ ആ ഒരു നിമിഷങ്ങളിൽ ഞാൻ ഓർത്തുപോകുന്നത് എൻ്റെ പട്ടിണിയെക്കുറിച്ചും എൻ്റെ ദാരിദ്ര്യത്തെക്കുറിച്ചുമാണ്. അവിടുന്ന് ദിവസങ്ങളോളം പട്ടിണി കിടന്ന് എഴുന്നേറ്റു നിൽക്കാൻ കഴിയാതെ ബാഗ്ദാദിൻ്റെ പള്ളിയിൽ ഞാൻ എഴുന്നേറ്റു നിൽക്കുമ്പോൾ തളർന്നു വീഴുന്ന അവസ്ഥ. അവിടുന്ന് പള്ളിയിൽ കമർന്നു കിടക്കുകയും പിന്നീട് ഉരുളുകയും അവസാനം സഹിക്കവയ്യാതെ ഞാൻ ഒരു വൈകുന്നേരം
ആ പള്ളിയുടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഇറങ്ങി നടക്കുകയാണ്. കുറച്ചകലെ ചെല്ലുമ്പോൾ ഒരു പച്ചപ്പുല്ല് കണ്ടു. ആ പച്ചപ്പുല്ല് ഞാൻ അതിൽ നിന്ന് ഒരു 2 ഇല പറിച്ച് എൻ്റെ വായിലേക്ക് വെച്ചപ്പോൾ അതിനൊരു ആസ്വാദനം, ഒരു രുചി അനുഭവപ്പെട്ടു. പിന്നീട് എൻ്റെ ഭക്ഷണം ദിവസങ്ങളോളം ആ പച്ചപ്പുല്ലായിരുന്നു എന്നത് ഷെയ്ഖ് ജീലാനി പങ്കുവെക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഒരു പട്ടിണിയുടെ കാലത്തെക്കുറിച്ച് ഷെയ്ഖ് ജീലാനി അവിടുന്ന് പട്ടിണി കിടന്ന ഒരു ചരിത്രം അറിയാതെയാണ് ഇന്ന് ചെമ്പടിക്ക് ബിരിയാണി ആസ്വദിച്ച് തിന്നുന്നവർ മത്സരിക്കുകയാണ്. സഹോദരങ്ങളെ, പലപ്പോഴും ഈ ചരിത്രത്തെ പോലും മനസ്സിലാക്കാതെയാണ് ആളുകൾ ഇത്തരത്തിൽ ആഘോഷങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 4 ഭാര്യമാരിൽ 49 മക്കളാണ് ഷെയ്ഖ് ജീലാനിക്ക് അള്ളാഹു സമ്മാനിച്ചത്. എന്നാൽ ജീവിതത്തിലെ വലിയ പരീക്ഷണങ്ങൾ ഏൽക്കേണ്ടി വന്ന ഒരു മഹാരഥൻ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി. അദ്ദേഹത്തിൻ്റെ 35 മക്കൾ അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയം ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുണ്ട്. ഒരു പിതാവിൻ്റെ മനോവേദന എത്ര വലുതായിരിക്കും. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന സമയത്തു തന്നെ അള്ളാഹു സമ്മാനിച്ച 49 മക്കളിൽ 35 മക്കളെയും ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് 21 മക്കളെ സ്വന്തം കരങ്ങൾ കൊണ്ട് കുളിപ്പിച്ച് കഫം ചെയ്ത് ഖബറടക്കത്തിലേക്ക് കൊണ്ടുപോയ ചരിത്രവും നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. പിന്നീടും അദ്ദേഹത്തിൻ്റെ മരണശേഷം ഒരു 2, 3, 4 കൊല്ലമാണ് ബാക്കിയുള്ള മക്കളും ജീവിച്ചിരിക്കുന്നത്. ബാക്കി വന്ന പണ്ഡിതന്മാരായ മക്കളെ വാർത്തെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടുന്നത് ഷെയ്ഖ് ജീലാനിയുടെ ദൗത്യത്തെക്കുറിച്ചാണ്. അന്ന് ബാഗ്ദാദിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ശിർക്കും ബിദ്അത്തും ഖുറാഫത്തും വലിയ രാഷ്ട്രീയ കലാപങ്ങളും വലിയ ഗ്രന്ഥശാലകളും ചുട്ടുകരിക്കപ്പെടുന്നൊരു സമയം ഷെയ്ഖ് ജീലാനി ഏറ്റവും നന്നായി വലിയ പ്രൗഢോജ്വലമായ സംസാരത്തിലൂടെ ആളുകളെ സ്വാധീനിച്ചുകൊണ്ട് എഴുത്തിലൂടെ സംസാരത്തിലൂടെ ഇസ്ലാമിൻ്റെ ഏറ്റവും സുന്ദരമായ ആദർശത്തെ അവിടുന്ന് പ്രബോധനം ചെയ്ത ഒരു മഹാപണ്ഡിതനായി നമുക്ക് ചരിത്രത്തിൽ വായിച്ചെടുക്കാൻ കഴിയും. തൗഹീദിനെക്കുറിച്ച്, അള്ളാഹുവിനെക്കുറിച്ച് ശിർക്കിലേക്ക് ആണ്ടുപോയ ഒരു ജനതപദത്തെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവിനോട് മാത്രമാകണം. അദ്ദേഹത്തിൻ്റെ ഒരു വാചകം കാണാം, ഇജഅൽ ഖൽബക മസ്ജിദ, നിൻ്റെ ഖൽബിനെ നീ മസ്ജിദാക്കണം. എന്നിട്ട് അദ്ദേഹം ഓതിക്കൊടുത്ത ഖുർആനിൻ്റെ ഒരു ആയത്ത് കാണാം, വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. സഹോദരങ്ങളെ, നെഞ്ചത്ത് കോറിയിടേണ്ട ഖുർആനിൻ്റെ ഒരു വചനമാണ്. വഅന്നൽ മസാജിദ ലില്ലാഹ്, പള്ളികൾ അള്ളാഹുവിൻ്റെതാണ്. ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അള്ളാഹുവിനോടൊപ്പം മറ്റുള്ളവരെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കരുതേ. ഷെയ്ഖ് ജീലാനി നിൻ്റെ മനസ്സിനെ പള്ളികളാക്കണം എന്ന് പറഞ്ഞിട്ട് തൻ്റെ അനുചരന്മാർക്ക് ഓതിക്കൊടുത്ത ഖുർആനിൻ്റെ ആയത്താണ്. എന്നാൽ എത്ര വിരോധാഭാസമാണ് സഹോദരങ്ങളെ. ആ ഷെയ്ഖ് ജീലാനി ഓതിക്കൊടുത്ത ഖുർആനിൻ്റെ ആയത്തിന് വിപരീതമാണ് മുസ്ലിം സമുദായം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പള്ളിയിലിരുന്ന് 1000 വട്ടം 10000 വട്ടം ഷെയ്ഖ് ജീലാനിയെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഗതികേട് മുസ്ലിം സമുദായത്തിലേക്ക് വന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, ഗൗരവമാണ്. അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണേ എന്ന് ഷെയ്ഖ് ജീലാനി പഠിപ്പിച്ചപ്പോൾ ആ ഷെയ്ഖ് ജീലാനിയോട് തന്നെ പ്രാർത്ഥിക്കുന്ന അവസ്ഥ ഇന്ന് മുസ്ലിം സമുദായത്തിൽ വന്നുപോയി. അതുകൊണ്ട് കൃത്യമായി ഷെയ്ഖ് ജീലാനിയെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അദ്ദേഹം പഠിപ്പിക്കാത്ത പലതും ഇന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പല മാലപ്പാട്ടുകളും കുത്തുബിയത്തുകളും ഒരിക്കലും ഷെയ്ഖ് ജീലാനി പഠിപ്പിക്കാത്തതാണ് ഷെയ്ഖ് ജീലാനിയെക്കുറിച്ച് ഇന്ന് വ്യാപകമായി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എത്രത്തോളം മാലപ്പാട്ടുകളിൽ കാണാം, വല്ലേ നീലത്തീനും എന്നെ വിളിപ്പോർക്ക് വായ്മൂടാതുത്തീരം ചെയ്യും ഞാനെന്നോവർ. ഇത് വലിയ അബദ്ധമാണ്. നോക്കണം, ഷെയ്ഖ് ജീലാനി പറഞ്ഞതല്ല. ഒരു മനുഷ്യൻ വല്ലേ നിലത്തിന്നും ഏതെങ്കിലും ഒരു നാട്ടിൽ നിന്ന് എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ അവൻ്റെ വായ മൂടുന്നതിന് മുമ്പ് ഞാൻ ഉത്തരം നൽകും. ഇത് ഖുർആനിൻ്റെ ആയത്തിന് വിരുദ്ധമാണ്. നോക്കണം, ഒരിക്കലും അള്ളാഹു പോലും പറഞ്ഞില്ല എവിടെ നിന്ന് വിളിച്ചാലും ആ വിളി അള്ളാഹു കേൾക്കും, ഉത്തരം നൽകാം എന്നത് ഖുർആൻ പഠിപ്പിച്ചതല്ല. വ്യത്യസ്ത സന്ദർഭങ്ങളെക്കുറിച്ച്, പ്രാർത്ഥന സ്വീകരിക്കുന്നതിനെക്കുറിച്ച് പോലും അള്ളാഹുവിൻ്റെ ഖുർആൻ കൃത്യമായി പഠിപ്പിച്ചു. അതൊക്കെ മനസ്സിലാക്കണം സഹോദരങ്ങളെ. എന്നാൽ ഈ മാലപ്പാട്ടിൽ ഷെയ്ഖ് മുഹീദ്ദീനോട് പ്രാർത്ഥിച്ചാൽ അവൻ്റെ വായ പൂട്ടുന്നതിന് മുമ്പ്
ഉത്തരം കിട്ടുമെന്ന വ്യാജ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ അറബി വാചകങ്ങളിൽ വന്ന കവിതകൾ ബസ്സിർ ഫുആദി സിറാതൻ അൻത സാലികു ഫല്ലാഹു അഅതാകഹു വഅൻത മാലികു വനജ്ജിനാ മില്ലല്ലാഹി ഫീഹാ മഹാലികു വസുൽത്താന കുല്ലി വലിയിൻ മുഹിയദ്ദീൻ. എത്ര അബദ്ധം പിടിച്ച വരികളാണ്. ഒരിക്കലും ഷെയ്ഖ് മുഹീദ്ദീൻ പഠിപ്പിച്ച വരികളല്ല, എന്നാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ കെട്ടിയുണ്ടാക്കപ്പെട്ട വരികളാണ്. സഹോദരങ്ങളെ, ഇതൊക്കെ പാടി തമർത്താടി ചെമ്പിൽ ബിരിയാണി വെച്ച് യഥേഷ്ടം ആസ്വദിച്ച് തിന്നുന്നവരെ അറിയണം, ഷിർക്കിലേക്കാണ് പോകുന്നത്. അള്ളാഹുവിലേക്ക് പങ്കു ചേർത്തുകൊണ്ടാണ് നമ്മളുടെ വിശ്വാസവുമായി പോകുന്നത്. എത്ര അപകടമാണ്. വമയ്യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ആരാണോ അള്ളാഹുവിൽ ശിർക്ക് വെക്കുന്നത്, റബ്ബല്ലാത്ത ആളുകളോട് പ്രാർത്ഥിക്കുന്നത്, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, അവന് സ്വർഗം അള്ളാഹു നിഷിദ്ധമാക്കി. വമഅ്വാഹുന്നാർ, അവൻ്റെ സങ്കേതം നരകമാണ്, അവൻ്റെ സങ്കേതം നരകമാണ്. റസൂലുള്ളാഹ് ലോകത്തിൻ്റെ പ്രവാചകൻ യാ മുഹമ്മദ് എന്ന വിളി അവിടുന്ന് പഠിപ്പിച്ചിട്ടില്ല, അവിടുന്ന് വിളിച്ചിട്ടില്ല. മുഹമ്മദ് എന്ന വിളി ഒരിക്കലും അള്ളാഹു പോലും റസൂലിനെ വിളിച്ചിട്ടില്ല. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കൊടുക്കുന്നൊരു താക്കീതിൽ ലയഹ്ബതന്ന അമലുക്, പ്രവാചകരെ അവിടുത്തെ ജീവിതത്തിൽ ശിർക്ക് വന്നാൽ ലയഹ്ബതന്ന അമലുക്, നിന്റെ കർമ്മങ്ങൾ പൊളിഞ്ഞു പോകും പ്രവാചകരെ എന്ന ഓർമ്മപ്പെടുത്തൽ. സഹോദരങ്ങളെ, കൃത്യമായി ഖുർആനിൻ്റെ ആളുകളായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഖുർആൻ പഠിപ്പിച്ച അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. പ്രാർത്ഥിക്കുന്നവൻ ഏതു പ്രതിസന്ധിയിലും അള്ളാഹുവിനോട് മാത്രമാകണം. കറകളഞ്ഞ തൗഹീദുമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദ ഉച്ചരിച്ച് ഈ ലോകത്ത് നിന്ന് വിട പറയാൻ കഴിയുന്നവൻ യഥാർത്ഥ വിശ്വാസികൾക്ക് മാത്രമാണ്, യഖീനുള്ളവർക്ക് മാത്രമാണ്. അതുകൊണ്ട് നമ്മളുടെ പ്രമാണങ്ങൾ അള്ളാഹുവിൻ്റെ ഖുർആനും പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളുമാണ്. ഈ അധ്യാപനങ്ങളെ പഠിപ്പിക്കാൻ ലഭിക്കുന്നൊരു മിമ്പറാണ്. അതുകൊണ്ട് ഇത്തരം പള്ളികളിലേക്ക് വന്നാൽ എന്ത് കിട്ടുമെന്ന് ചോദിച്ചാൽ, സഹോദര സഹോദരി, ഖുർആനിൻ്റെ ആയത്തുകൾ കേട്ട് യഥാർത്ഥ വിശ്വാസം മനസ്സിലാക്കി റബ്ബിൻ്റെ അടുക്കിലേക്ക് തിരിച്ചു പോകുമ്പോൾ കലിമത്തു ഷഹാദ ഉച്ചരിച്ചു പോകാൻ, നൂറുകണക്കിന് വിശ്വാസികളുടെ പ്രാർത്ഥന കിട്ടാൻ കാരണമാകും. അതുകൊണ്ട് സമയം കണ്ടെത്തി ഇത്തരത്തിലുള്ള മിമ്പറുകളെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നതാണ് ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. കൂടുതൽ കേൾക്കാനും പഠിക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്കേവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ജീവിതത്തിൽ സംഭവിച്ച എല്ലാ തിന്മകളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ അള്ളാഹു നാം ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. മരണത്തിൻ്റെ സമയം കലിമത്തു ഷഹാദ ഉച്ചരിച്ച് മരിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹുവെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബത്തിൽ അല്ലാഹുവേ നീ ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യണേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന മുഴുവൻ സഹോദരി സഹോദരന്മാർക്കും നീ ആജിലായ ശിഫ പ്രദാനം ചെയ്യണേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബ ദഅവാതി യാ ഖാദിയൽ ഹജാത്. റബ്ബനാ ഇന്നനാ ആമന്നാ ഫഗ്ഫിർ ലനാ ദുനൂബനാ وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.